നിനക്ക് ആപത്ത് വരുന്ന, നഷ്ടങ്ങൾ വരുന്ന, ഘട്ടങ്ങൾ വരുന്ന, കോട്ടങ്ങൾ വരുന്ന എല്ലാ ചിന്താഗതികളും തീരുമാനങ്ങളും കോയിൻസിഡൻസുകളും മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം നീ എടുക്കേണ്ടി വന്ന എല്ലാ ആപത്തുകളും യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊണ്ട് ബന്ധിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് ചൊരിയട്ടെ. കർത്താവെ, ഇന്ന് നിൻ്റെ പുതുതായിട്ട് നിൻ്റെ ജീവിതവൃത്തിക്കും മേൽഗതിക്കും വേണ്ടി നീ എടുക്കുന്ന തീരുമാനങ്ങൾ, പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ നല്ല ബന്ധങ്ങളിലേക്ക് ചെന്ന് ചേരുവാനും കർത്താവ് തന്നെ നിൻ്റെ ജീവിതം ക്രമീകരിച്ച് തരുവാനും കർത്താവിൻ്റെ നാമത്തെ നിന്നെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, നിൻ്റെ ഹോംവർക്കുകളാക്കി ഗൃഹപാഠങ്ങളായിട്ട് നീ മാറ്റി വച്ചിരിക്കുന്നത്, നീക്കി വച്ചിരിക്കുന്നത്, ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, കണ്ടുമുട്ടേണ്ട വ്യക്തികൾ, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്കും കണ്ടുമുട്ടേണ്ട വ്യക്തികൾക്കും കർത്താവിൻ്റെ കരുണയും കൃപയും നിനക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖല തകർച്ചയിലായിരുന്ന അവസ്ഥ, ജീവിത ചെലവ് പോലും എങ്ങനെ നിർവഹിക്കുന്നവർക്ക് വിഷമിക്കുന്നവരെ, ജോലി സംബന്ധമായ പ്രതിസന്ധി കുടുങ്ങിയിരിക്കുന്നവരെ, സർവീസ് സംബന്ധമായ പ്രതിസന്ധി കുടുങ്ങിയിരിക്കുന്നവരെ, അതങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്നെല്ലാം ദൈവമാതാവിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ നിനക്ക് വിടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നവരെയും മുടി കൊഴിഞ്ഞ പല പല കാരണങ്ങളാൽ ശരീരത്തിന് ത്വക്ക് രോഗമുള്ളവരെയും കർത്താവ് കാണിക്കുന്നു. അവിടെ മേലെല്ലാം കർത്താവ് വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. വിട്ടു മാറാത്ത തലവേദനയും കണ്ണിന് കാഴ്ച മങ്ങുന്ന അവസ്ഥയും മൂക്കിന് ദശ വളരുന്ന അവസ്ഥയും അങ്ങനെയുള്ള എല്ലാ ആന്തരിക സിസ്റ്റുകൾ, പാൻക്രിയാസിൻ്റെ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അതുപോലെയുള്ള ആന്തരിക അവയവത്തിൻ്റെ രോഗങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ, വിവാഹം താമസിക്കുന്നവർ, ചെയ്തുപോയി നടന്ന വിവാഹത്തിൻ്റെ മേലും പരസ്പരം അകന്നു താമസിക്കുന്നവരെല്ലാം ഐക്യപ്പെടുവാനും, മക്കളില്ലാത്തവരും ഗർഭിണികളായിട്ടുള്ള അമ്മമാരും ഗർഭസ്ഥ ശിശുക്കൾക്ക് പ്രയാസങ്ങളുള്ളവരും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ തിരുമുറിവാൾ വലുതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം ഗർഭിണികളെ വയറിൽ കർത്താവ് സ്പർശിക്കട്ടെ. അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുവാനും, ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ വന്ന കർത്താവിന് നന്ദി പറയുവാനും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ രോഗങ്ങൾ, നിൻ്റെ ഡോക്ടർ, നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ ആശീർവദിക്കുന്നു. നീ കഴിക്കുന്ന മരുന്നിനെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പരീക്ഷകളെ ആശീർവദിക്കുന്നു. നിനക്ക് നിൻ്റെ റിസൾട്ടിനെ, വരാൻ പോകുന്ന റിസൾട്ടിനെ ആശീർവദിക്കുന്നു. നിൻ്റെ ഉപരി വിദ്യാഭ്യാസത്തിന് ആവശ്യമായ മേൽഗതിക്കുള്ള എല്ലാ യോഗ്യതകളും നേടുവാൻ, നിൻ്റെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ ഞാൻ നിനക്ക് ഉന്നതമായ വിജയം കൈവരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, വീട് വെക്കാനുള്ളവർ കർത്താവെ, അവരെല്ലാം അവരുടെ തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, എല്ലാ മേഖലകളിലും നീ നേരിടുന്ന ബന്ധനങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം അഴിഞ്ഞു മാറട്ടെ കൽപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരൻ എന്നേക്കും ആമേൻ.